ജേക്കബ് തരകൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ ജേക്കബ് തരകൻ, നമുക്കറിയാം ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ തെളിവ് സഹിതമാണ് ഇപ്പോൾ സൈന്യം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ പറയുന്ന കാര്യങ്ങളാണ്: ഇന്ത്യയുടെ ആക്രമണം ഭീകരതയ്ക്കെതിരെയായിരുന്നു, എന്നാൽ പാക് സൈന്യം ഭീകരർക്കൊപ്പം ചേർന്നുകൊണ്ട് അവർക്കെതിരെയുള്ള ആക്രമണമായാണ് കണക്കാക്കിയത്. എന്നാൽ നമ്മൾ ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഇതിലൂടെ തെളിയിച്ചിട്ടുണ്ട്. ഇനി ഏത് തരത്തിലുള്ള ആക്രമണവും വലിയ രീതിയിലുള്ള പ്രത്യാക്രമണത്തിന് വഴിവെക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഈ ഒരു അവസരത്തിൽ ഇന്ത്യയുടെ നിലപാടിനെ കുറിച്ച് പറയാനുള്ളത്? ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തമായിട്ടാണല്ലോ. നമ്മള് ഈ സൈനിക നടപടികൾക്ക് താൽക്കാലിക വിരാമം പറഞ്ഞപ്പോഴും നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്, ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പ്രകോപനങ്ങൾ പാകിസ്ഥാന്റെ സൈഡിൽ നിന്നുണ്ടായാൽ അതിനെ ഇന്ത്യ ആക്ട് ഓഫ് വാർ, അതായത് യുദ്ധപ്രഖ്യാപനമായി കാണുകയും അതിന് തക്കതായ മറുപടി നൽകുകയും ചെയ്യുമെന്ന് ചേതാവനി കൊടുത്തുകൊണ്ടാണല്ലോ നാം താൽക്കാലിക യുദ്ധവിരാമം വിട്ടത്, അല്ലെങ്കിൽ സമഗ്ര വിരാമം വിട്ടത്. സൈനിക നടപടി, യുദ്ധമല്ല, സൈനിക വിരാമം വിട്ടത്. അതുകൊണ്ട് വളരെ സ്പഷ്ടമായിട്ട് പാകിസ്ഥാനിനും പാകിസ്ഥാനിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കും എല്ലാവർക്കും സന്ദേശമാണല്ലോ. അതിൽ ആർക്കും സംശയത്തിന് വകയില്ല. ഒപ്പം തന്നെ നമ്മൾ പാകിസ്ഥാന് നേരെ ഉണ്ടായ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങൾ കറാച്ചി അടക്കം ലക്ഷ്യമിട്ടു. അത്തരത്തിൽ നമ്മൾ അവരുടെ എല്ലാ സംവിധാനങ്ങളെയും തകർത്തു, റഡാർ സിസ്റ്റം അടക്കം തകർത്തു. എന്നാൽ ഇന്ത്യയിലേക്ക് അവർ നടത്തിയ ആക്രമണങ്ങളെ കൃത്യമായി ചെറുക്കുകയും പ്രതിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഇന്ത്യക്ക് എന്ത് സാധിക്കുമെന്ന് വളരെ കൃത്യമായ രീതിയിൽ പാകിസ്ഥാന് മറുപടി നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ പാകിസ്ഥാൻ ഇനിയൊരു പ്രകോപനത്തിന് മുതിരുമെന്ന ഈ ഒരു അവസരത്തിൽ നമുക്ക് കരുതാനാകില്ലല്ലോ. പാകിസ്ഥാന് ഇനി പ്രകോപിക്കത്തില്ല എന്ന് നമുക്ക് തോന്നുന്നെങ്കിൽ നമ്മൾ എന്ന് പറഞ്ഞ ഫൂൾസ് പാരഡൈസിലാണ്. പാകിസ്ഥാൻ ഇനിയും പ്രകോപനം നടത്തും. ഇന്ന് അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞ് ഇന്ത്യ വിരുദ്ധ നടപടികളും ആക്ച്വലി ഇന്ത്യക്കെതിരെയുള്ള വിരുദ്ധതയാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെയും ഭരണാധികാരികളുടെയും ജീവശ്വാസം. ഇന്ത്യ വിരുദ്ധ നടപടികൾ നടത്തിയില്ലെങ്കിൽ അവർക്ക് അവരുടെ രാജ്യത്ത് നിലനിൽപ്പ് കാണത്തില്ല എന്ന് അവർക്കറിയാം, നമുക്കും അറിയാം. അതുകൊണ്ട് താൽക്കാലിക വിരാമമെന്നും ചേതാവനി എന്നും പറഞ്ഞത്. പക്ഷെ അതുകൊണ്ട് പാകിസ്ഥാൻ അടങ്ങിയിരിക്കും എന്ന് നമുക്ക് തോന്നുന്നെങ്കിൽ അത് വളരെ വലിയ തെറ്റായിരിക്കും. നമ്മളിപ്പോൾ സജ്ജമായിരിക്കാം. ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ 1 മാസം അല്ലെങ്കിൽ 2 മാസം കഴിയുമ്പോൾ പാകിസ്ഥാൻ എവിടെങ്കിലും എന്തെങ്കിലും ചെയ്തിരിക്കും. പക്ഷെ അവർ പറയും, ആദ്യമേ തന്നെ അവർ പറയും, ഞങ്ങൾ പങ്കില്ല, ഞങ്ങൾ കൈ കഴുകുന്നു, ഞങ്ങളുടെ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആണെന്ന് പറഞ്ഞ് ഒഴിയാൻ നോക്കും. ഇന്ന് വരെ അങ്ങനെയാണല്ലോ. പിന്നെ വർഷങ്ങൾ കഴിയുമ്പോൾ പിന്നെ ഏതെങ്കിലും ഒരു ജനറൽ എവിടെങ്കിലും ഇരുന്ന് വീരവാദം മുഴക്കുമ്പോഴാണ് അത് സമ്മതിക്കുന്നത്, അതിന്റെ പറയും ഞങ്ങളായിരുന്നു എന്ന്. അതുകൊണ്ട് പാകിസ്ഥാൻ ഇനി മിണ്ടാതിരിക്കും എന്ന് നമ്മൾ ദീർഘകാലം മിണ്ടാതിരിക്കും നമുക്ക് തോന്നുന്നെങ്കിൽ അത് ഏറ്റവും വലിയ തെറ്റായിരിക്കും, മണ്ടത്തരമായിരിക്കും. അത് തന്നെയാണ്. എന്നാൽ ഇന്ത്യ കൃത്യമായി പറയുന്നുണ്ട്, ഏത് തരത്തിലുള്ള ഇനി എന്തെങ്കിലും ഒരു പ്രകോപനം ഉണ്ടാവുകയാണെങ്കിൽ അതിന് തക്കതായി മറുപടി നൽകുമെന്നും ഇന്ത്യ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഏത് തരത്തിലുള്ള ആക്രമണം നേരിടാനും രാജ്യം സുസജ്ജമാണെന്നും സേന വ്യക്തമാക്കുന്നുണ്ട്. അത്തരത്തിൽ നമുക്കറിയാം, ഈ സിന്ധു നദീജല കരാർ അടക്കം ഈ പ്രകോപനം ഉണ്ടായപ്പോൾ മുതൽ ഇന്ത്യ റദ്ദാക്കിയിരുന്നു. ഇതിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം ഇനി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? നമ്മൾ യാഥാർത്ഥ്യവശ ഇതിനെ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാന് നമ്മൾ പല അതായത് പല സ്ഥലത്താണ് നമ്മൾ അവരെ പ്രതിരോധിക്കുന്നത്. മിലിറ്ററിയിലാണ് നമ്മൾ എല്ലാ പൊതുജനം കാണുന്നത്. അതിൽ ഒരു കാരൻ വെടിപൊട്ടുന്നു, ഡ്രോൺ വരുന്നു, ഡ്രോണിനെ അടിച്ചിടുന്നു, നമ്മൾ അവിടെ പോയി ബോംബിടുന്നു. അതൊക്കെ പൊതുജനത്തിന് കാണുമ്പോൾ TV കാണാൻ രസമാണ്. പക്ഷെ അതൊക്കെ താൽക്കാലികവും ഇൻസ്റ്റന്റേനിയസ് ആണ്. പക്ഷേ അതായത് എക്കണോമിക് കാര്യങ്ങളാണെങ്കിലും പൊളിറ്റിക്കൽ കാര്യങ്ങളിലാണെങ്കിലും സ്ട്രാറ്റജിക് കാര്യങ്ങളാണെങ്കിലും ഡിപ്ലോമാറ്റിക് കാര്യം, അതിന്റെയൊക്കെ ഫലങ്ങൾ വരുന്നത് പെരുക്കെയാണ്. അത് എല്ലാവർക്കും പ്രഥമ ദൃശ്യമാകുന്നില്ല, കാണപ്പെടുമെന്നില്ല, സമയമെടുക്കും. പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ സൈനികമായി ഇന്ത്യയുടെ സൈന്യം
എപ്പോഴും സജ്ജമായിരിക്കണം. നമ്മൾ ഈ കഴിഞ്ഞ ഒരു 4-5 ദിവസം കൊണ്ട് പല പുതിയ ടെക്നിക്കുകളും പല പുതിയ കാര്യങ്ങളും നാം കാണുകയും മനസ്സിലാക്കുകയും ചെയ്തു. പുതിയ പുതിയ ടാക്ടിക്സും സ്ട്രാറ്റജിയും അവരെ സഹായിക്കുന്ന പല രാജ്യങ്ങളെയൊക്കെ നമ്മൾ കണ്ടു. അവർക്കുള്ള കേപ്പബിലിറ്റി അല്ലെങ്കിൽ അവരുടെ കഴിവുകള് അവരുടെ എക്യുപ്മെന്റ്സിനെയൊക്കെ മനസ്സിലാക്കി അതിനുള്ള കൗണ്ടർ, അതിനെ തോൽപ്പിക്കുവാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ സേന പഠിക്കുന്നുണ്ടായിരിക്കും, അതിനുള്ള തയ്യാറെടുപ്പ് എടുക്കുന്നുണ്ടായിരിക്കും. അതിന് സംശയം വേണ്ട. ശരി സാർ, വളരെയധികം നന്ദി പ്രതികരണത്തിന്.